നോമ്പ് നാലാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 70 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ജീവന്റെ അപ്പം. ഇതുവരെയുള്ള യേശുവിന്റെ പ്രബോധനങ്ങൾ ഉപമകളിലൂടെയും രൂപകങ്ങളിലൂടെയും ഒക്കെയായിരുന്നു. എന്നാൽ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന്റെ പ്രബോധനം മറവുകളൊന്നുമില്ലാതെയായിരുന്നു. അതിനാൽ ശ്രോതാക്കൾക്ക് അതികഠിനമായി തോന്നി. അവർ എന്നേക്കുമായി അവനെ ഉപേക്ഷിച്ചുപോയി. കാരണം ഈ രഹസ്യം ഉൾക്കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കാൻ പിതാവിൽ നിന്നും വരം ലഭിക്കണം. അങ്ങനെയല്ലാതെ വരുന്നവരുടെ പ്രതിനിധിയാണ് ഒറ്റുകാരനാണ് യൂദാസ്. വചനത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുക. ദേശത്ത് ഞാൻ ക്ഷാമം അയക്കും. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനായുള്ള വറുതിയോ അല്ലാതെ കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ആ ക്ഷാമമായിരിക്കും. വചനമേശയിൽ സ്വയം അപ്പമായി തീർന്ന് അവൻ എഴുന്നള്ളി വരുന്നെങ്കിലും അത് പങ്കുകൊള്ളാൻ നമുക്ക് എത്രമാത്രം ഉത്സാഹമുണ്ട്. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. കുർബാനയിലെ യേശു സാന്നിധ്യം നിശ്ചലമായ ഒന്നല്ല, കാൽവരിയിലെ യാഗാർപ്പണത്തിന്റെ തുടർച്ചയാണ്. അതിന്റെ ലക്ഷ്യം മനുഷ്യന്റെ പാപമോചക ദൗത്യമാണ്. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അത് നമ്മെ അരൂപി കൊണ്ട് നിറയ്ക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞവർ ദൈവവുമായി ഒന്നുചേരുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അങ്ങനെ കുർബാന മിശിഹായോടൊത്തുള്ള നമ്മുടെ പുനരുദ്ധാരണത്തിന് അച്ചാരമായി തീരുന്നു.